Basil Shibu, Rita Jones, Anu Paul, Mintu Ivy. കുടുംബത്തിനും മാതാപിതാക്കൾക്കും വ്യക്തി ജീവിതത്തെക്കാൾ പ്രാധാന്യം നൽകുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു നമ്മൾ. അതൊരു നൊസ്റ്റാൾജിയായി ഇന്നും പ്രവാസം ലഭിക്കുന്നു. എന്നാൽ കുടുംബ ജീവിതത്തെക്കാൾ വ്യക്തി ജീവിതങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ കാലത്തിനൊപ്പം മാനസാന്തരം സംഭവിച്ച ന്യൂ ജനറേഷൻ കേരളത്തിൽ ഇത്തിച്ചന്റെയും ഏലിയാമ്മയുടെയും കുടുംബം പൗരും, ആന്റണി, മേരി എന്നീ മക്കളും റാഹേൽ എന്ന മരുമകളും ഇതിനെല്ലാത്തിനും പുറമെ പുത്തന് തീര എന്ന പോലെ ഒരു കാര്യത്തിൽ നടന്ന ഒരു കുടുംബം. ഈ ഒരു കുടുംബത്തിന്റെ കഥയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് മിയ സിംഹസൂരിന്റെ 5ാം ഭാഗം. ഒരുങ്ങിയോ? എത്ര നേരം അകത്തോട്ട് കയറിയിട്ട്? മക്കളെ, ഞാനും ഏലിയാമ്മയും പള്ളിയിൽ പോവുകയാണ്. പെരുന്നാളും നല്ല കാപ്പി കിട്ടുമ്പോഴോ അല്ലാതെ പള്ളിയിൽ ചെല്ലത്തില്ലെന്ന് പറഞ്ഞ അച്ഛന് എപ്പോഴും പരാതി. പള്ളി അതെ, കുർബാന തീരും മുമ്പ് കയറിയാൽ പോരെ. ഇന്നും കാപ്പിക്ക് പതിവ് പോലെ പള്ളിയിൽ എഴുതുമ്പോ എന്തോ എന്നാ വേറെ നീ വെച്ചോടി, നടുവിൽ ഞാനൊന്ന് പോയിക്കോളാം. അച്ഛൻ വിളിച്ചപ്പോ ബിജുവിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ചോദിച്ചാൽ ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ എന്റെ പേര് കൂടി എത്തിയാ ചെയ്യാൻ മോളെ. നിന്റെ അമ്മച്ചിയുടെ കൂടെ അല്ലേ പോകുന്നേ? ഈ വീട്ടിലെ അപ്പച്ചന്റെ അമ്മച്ചിയും മകനായിട്ട് ജനിച്ചതാണ് എന്റെ ഏറ്റവും വലിയ കാര്യം. എന്നതാ ഭാര്യ ഭർത്താവിനോട് രഹസ്യം? അതിപ്പോൾ പറയാനെന്തിരിക്കും. മാതാപിതാക്കളും മക്കളും മരുമക്കളും ഇത്ര സ്നേഹത്തോടെ കഴിയുന്ന ഒരു കുടുംബം ഈ നാട്ടുകാരുണ്ടാകും. അത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു വഴി പോയി കാണാൻ പറ്റുമായിരിക്കും. അത് പിന്നെ അപ്പച്ചന്റെ സമ്മതമില്ലാതെ അനിജാതിക്കാരെ പെണ്ണെ കിട്ടിയതുകൊണ്ടല്ല അത് പുറത്താക്കിയത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് മലയാളം ഇഷ്ടമാണ്. ചെറുപ്പത്തിലൂടെ പരിചയപ്പെട്ട നല്ല പയ്യനെ വെച്ച് പുള്ളിക്കാരൻ അടുത്ത മാസം അമേരിക്കയിൽ പോകാം. അതിനു മുമ്പ് ഞാൻ കല്യാണം കഴിച്ചത്. മതി, ഇനി ആരെയും തെറ്റിച്ച് വിളിക്കണ്ട പ്ലീസ്. അപ്പച്ചന് പ്രേമഭാവം ഇഷ്ടം നിനക്ക് അറിഞ്ഞൂടെ? ഇതാണ് നിന്നെ പുറത്താക്കി വിടുന്നത്. എന്തൊക്കെ വന്നാലും ഞാനിത് തിരിച്ചേ കിട്ടിച്ചായോ? ഇന്നെന്താ പള്ളി നേരത്തെ കഴിഞ്ഞു? അതിലൊരു അവസരത്തെ അച്ഛന്റെ പ്രസംഗം ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അവസാനം എത്തുന്നത് മാനസാന്തരത്തിലാണ്. എത്ര നാളാണ് നമ്മൾ മാനസാന്തരപ്പെടുന്നത്? പിന്നെ പള്ളിയിൽ ഇരുന്ന് ഉറങ്ങുന്നതിൽ നല്ലത് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നതല്ലേ. എടോ കൊച്ചോസേപ്പേ, എന്റെ 70ാം ജന്മദിനമാണ് ഈ ബുധനാഴ്ച. നമുക്കതൊന്ന് ആഘോഷിക്കില്ലേടാ? ഇന്നല്ലാതെ കിട്ടിച്ചായന്റെ സമാധി നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു. എടാ സമാധി അല്ലടാ, സപ്തതി. നീ എന്നെ കൊല്ലും. എനിക്ക് അങ്ങനെ പിന്നെ അന്ന് ഞാൻ എന്റെ സ്വത്തുക്കൾ മുഴുവൻ എന്റെ പിള്ളേർക്ക് കൈമാറും. തൽക്കാലം അത് അവർ അറിയണ്ട. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അവർക്ക്. സർപ്രൈസ് ആയിക്കോട്ടെ. ആർക്കാണെന്ന് ഞാൻ ആലോചിക്കുക. എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളോട്. പിന്നെ ആന്റണി, അവന് ഞാൻ 5 പൈസ ഞാൻ കൊടുക്കുക. അത് ശരിയാണല്ലോ അവസരത്തെ. അതറിയാൻ ഇപ്പൊ എന്തോ ഒരു വഴി. അതിന് പോയി മരിക്കാനോ? സെഞ്ചുറി അടിക്കാനോ മരണത്തെ പറ്റി ചിന്തിക്കുക പോലും ഇല്ല ഞാൻ. എന്നെ ഇടിച്ച മരിക്കണമെന്നല്ല, മരിച്ച പോലെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. എടാ, പഠിക്കുമ്പോൾ പോലെ ഞാൻ അഭിനയിച്ചിട്ടില്ല. അതിന് ഇടിച്ച കൂടി പോയി പോകുന്നു. അതല്ലേ പറഞ്ഞേ, അഭിനയിച്ചിട്ടില്ലെന്ന്. അതൊക്കെ ഒന്ന് ശരിയായിക്കോളും. എടാ, ഇതൊക്കെ നടക്കുമോ?
നടക്കും ഇല്ലേ നമ്മൾ നടത്തിക്കും. ചൗസൊക്കെ അല്ലേ പറയാം. എട്ടിച്ചൻ സപ്തതിക്ക് മരിക്കുമോ? മക്കളുടെ സ്നേഹം എട്ടിച്ചൻ തിരിച്ചറിയുമോ? പണിയടച്ച് പിണ്ടം വെച്ച മകന് സ്വത്ത് കിട്ടുമോ? മേരിക്ക് ശിവച്ചനെ കിട്ടുമോ? സ്കിറ്റ് സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലേക്ക്. സ്കിറ്റിന്റെ പ്രവർത്തകരെ നിങ്ങൾക്ക് പരിചയപ്പെട്ടു. ഇട്ടിച്ചൻ ജോമോൻ കുരിശിക്കൽ, ദേവിയമ്മ പുതുപ്പള്ളി, പോൾ വളർത്തി, റാഹേൽ വള്ളിക്കാട്ട് വീഴ, മേരി അനു അങ്കമാലി, ആന്റണി കപ്യാർ ദേശം, കൊച്ചോസേപ്പർ മിത്രി അവൻ, അണിയറയിൽ കഥ വള്ളിക്കാട്ട് വീഴ, തിരക്കഥ കണക്കപ്പുള്ള ജോബി, സംഭാഷണം ഫേസ്ബുക്ക് ബേബി, ഛായാഗ്രഹണം ഐനി കൊച്ചുറങ്ങൻ, രംഗപടം വടവുകൂടിയെത്തു, ചിത്രസംയോജനം ബെൻസ് മറീക, ഡബിംഗ് തടത്തിൽ അനൂപൻ, ശബ്ദസങ്കലനം മണവാളൻ മോൻസി, സംവിധാനം ഡിയ. 70ാമത്തെ സപ്തതി ആഘോഷത്തിൽ നമുക്ക് പങ്കെടുക്കാം. എടാ ഔസേപ്പേ, എല്ലാം വിചാരിച്ചപ്പോൾ നടക്കുമോടാ? എന്റെ ഇട്ടിച്ചായ കൂടുതൽ വെപ്രാളം വെച്ച് ഗുണമാക്കാനേ എല്ലാം ശരിയാകും. ബാക്കി ഞാൻ നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? എന്തൊക്കെ ജോലി എടുക്കാനുണ്ടെന്ന് അറിയാമോ? മക്കളെ ഇട്ടിച്ചായ അയ്യോ എന്റെ അപ്പച്ച, എന്റെ ദൈവം, എന്റെ അപ്പച്ച എന്തോ പറ്റി അപ്പച്ച? അപ്പച്ച എന്തോ പറ്റി അപ്പച്ച? അതിന്റെ ആവശ്യമൊന്നുമില്ല മമ്മി. നിങ്ങൾ എവിടെയാ പിള്ളേരെ? ഇത്ര പണിയുള്ളപ്പോഴാണ് എല്ലാവരും കൂടി ഇരിക്കുന്നത്. പോയെന്നോ? അങ്ങനെയല്ല അവിടെ ഇരിക്കുന്നത്. അമ്മച്ചി, അപ്പച്ചൻ മരിച്ചു പോയ അമ്മച്ചി, നമ്മളൊറ്റയ്ക്കാക്കി പോയ അമ്മച്ചി. എന്റെ ഒരു കുഴപ്പമില്ലാതെ മനുഷ്യരായിരുന്നല്ലോ. ഞങ്ങളെ കൂടി കൊണ്ടുപോകുന്ന പിന്നെ ഇത് മൂന്നാമത് പൂർവ്വമായില്ലേ നിങ്ങളെ കൊണ്ട് അപ്പച്ചന് ഇത്ര വേഗം പോകും സ്വപ്നത്തിൽ പോയി ഞാൻ വിചാരിച്ചില്ല. നേരത്തെ അങ്ങ് പോയി. പിന്നെ എനിക്കൊരു പട്ടാതി എടുക്കണം. 4 ആളെ കൊണ്ട് കഴിയും. തടസ്സമില്ലാതെ തിരിച്ചിലേക്ക് അമേരിക്കയിൽ പോകണം. പിന്നെ സ്വത്തിന്റെ ഭാഗം എനിക്ക് വരണേ. എന്തോ മകളെ, അപ്പൊ നിങ്ങളുടെ സ്നേഹം അധികമായി. പിന്നല്ലാതെ മകളെ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹം കാണിക്കണം, നല്ല സ്വത്ത് കിട്ടുന്നു. എന്ത് പിടിച്ച അപ്പം പടയില്ല. ഇത് നമ്മുടെ കല്യാണത്തിനോട് തടസ്സമില്ല. ഫോട്ടോ കണ്ടില്ലേ? ബേസിന്റെ മോശം ലൈസൻസ് ഉണ്ടല്ലോ. ഞാൻ ഇപ്പിട്ടാണ് ചെയ്യാം. അമ്മച്ചി കറിയാതെ അമ്മച്ചി, അമ്മച്ചിക്ക് ഞങ്ങളില്ലേ? ഞാൻ അമേരിക്കയിൽ പോകുമ്പോ അമ്മച്ചിയെ കൊണ്ടുപോകാം. എന്റെ അമ്മച്ചി, അവർ അമ്മച്ചി അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന് നിങ്ങൾ ചുമ്മാ പറയണ്ട. ഓ അല്ല അമ്മച്ചി, സത്യം. എവിടെ കൊണ്ടുപോകും? അമേരിക്ക. എടി ഒന്ന് പാസ്പോർട്ട് ഒക്കെ വേണ്ടേ? അതൊന്നും എന്റെ കയ്യിലില്ല. അതൊക്കെ നമുക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റും. വന്നേ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. എടാ ഉസേപ്പേ, അങ്ങനെ കാര്യം നോക്കുക. മതി മതി എത്തിച്ച. പിന്നെ എന്നാ അവനെ എത്തിച്ച, നിങ്ങൾക്കൊരു അവാർഡും കിട്ടുന്നതായിരുന്നു കേട്ടോ. ഞാനൊക്കെ എന്ത്, എന്റെ മക്കളില്ലടാ, അവർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്. അപ്പൊ ഏട്ടത്തിക്കോ? അവർ 2 പത്മശ്രീ. ഭർത്താവ് വിളിച്ചു കൊടുക്കുമ്പോ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോയേക്കാം. കഷ്ടം. ഞാനടി കുഞ്ഞു വരുന്നു. കൊല്ലം ഞാനാണ്. കൊല്ലണ്ട, അയച്ചു അയച്ചോ. അപ്പച്ചാ, എന്നെ അമ്മച്ചി
പോയി. അതായിരുന്നു നീ 400 ഭാഷയെ പറഞ്ഞത്. എന്റെ അപ്പച്ചന് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്റെ പൊന്നപ്പച്ച. ആ കൂട്ടുകാരി എനിക്ക് മനസ്സിലായി. ഗിരിച്ചിലെ മക്കളിൽ സ്നേഹമുള്ളത് നിനക്ക് മാത്രമാണ്. പറഞ്ഞു ദൈവം മരിച്ചെടുക്കണം. അതപ്പച്ചന്റെ അഭിനയമുണ്ട്, മക്കളുടെ സ്നേഹമുണ്ട്. എന്നാ ഞാൻ പോവാ. എന്റെ അപ്പച്ചന് എന്നെ കാണുന്നത് ഇഷ്ടമല്ല. എന്റെ പൊന്നുമോനെ നീ പോകല്ലടാ. ഞാൻ പോവും അപ്പച്ച, ഞാൻ പോവും. അപ്പച്ചനാടാ പറയുന്നേ നീ പോകരുത്. ശരി അപ്പച്ച, ഞാൻ പോവില്ല. എന്റെ പൊന്നുമോനെ ഈ അപ്പച്ചൻ ഒത്തിരി നിന്നെ ദ്രോഹിച്ചു. എന്റെ പൊന്നുമോൻ ഈ അപ്പച്ചനോട് ക്ഷമിക്കണം. സാരമില്ല അപ്പച്ച. മോന്റെ ചിട്ടി കമ്പനി അടച്ചു പൂട്ടിച്ചത് ഈ അപ്പച്ചനാണോ? അതും സാരമില്ല അപ്പച്ച. മോനില്ലാത്ത കാശുണ്ടാക്കി മോന്റെ നാരിക്ക് സാരി മേടിച്ചു കൊടുത്തപ്പോൾ അതാണ് കടച്ചത് ഈ അപ്പച്ചനാണോ? സാരമില്ല അപ്പച്ച. നീയും നിന്റെ മക്കളും വെച്ചിരുന്നപ്പോ അപ്പുറത്തെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി കാറ്റാടി അന്തരത്തെ മണമടിപ്പിച്ചത് ഈ അപ്പച്ചനാണോ? അതും സാരമില്ല അപ്പച്ച. അതൊക്കെ മാറണം അപ്പച്ച. മോനെ എന്റെ സ്വത്ത് എന്റെ വേണ്ട അപ്പച്ച, എനിക്ക് വേണ്ട. ഇനി സ്വത്തിന്റെ പേരിൽ നമ്മൾ തമ്മിൽ അകലാൻ പാടില്ല. എന്റെ പൊന്നുമോൻ അങ്ങനെ പറയരുത്. ഈ വിൽപ്പത്രം ഇനി അപ്പച്ചന്റെ മോനുള്ളതാണ്. നന്നായി വരും. ആര്? നിന്റെ കുടുംബവും. ആദ്യം താണെന്നാണോ? എടോ, സ്വന്തം മകന്റെ ചിട്ടിക്കവനെ കുറിച്ച താനൊക്കെ അപ്പനാണോ? എടോ, എന്റെ ഭാര്യയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത സാരികൾ താൻ തീർക്കണം. ഞങ്ങളെല്ലാവരും വിഷമിന്നപ്പോൾ താൻ ബിരിയാണി വെച്ച് ആഘോഷിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ താനൊരു അപ്പനാണോ? പിന്നെ നീ എന്തിനാടാ ഞാനിവിടെ മരിച്ചു കിടന്നപ്പോ നെഞ്ചിട്ടടിച്ച് കഴിഞ്ഞത്? അഭിനയമായിരുന്നു. താനിവിടെ നടത്താൻ പോകുന്ന നാടകം തന്റെ ഈ വിശ്വസ്തൻ എന്നെ വിളിച്ചു പറഞ്ഞു. ഉണ്ടാ ചോദിച്ചു നന്ദി കാണിക്കണമായിരുന്നു. ആ ഇടയ്ക്ക് എന്റെ വീട്ടിൽ നിന്നും ഞാൻ ചോറുണ്ടായിരുന്നു. പിന്നെ സ്വത്തിന്റെ 5 തരാന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതിലപ്പുറവും ചെയ്യും. എനിക്കറിയാമായിരുന്നടാ താൻ ഈ പണി കാണിക്കുന്നത്. പിന്നെ നീ കൂടുതൽ നിഗളിക്കണ്ട. ഞാൻ നിഗളിക്കും. എനിക്ക് ആവശ്യമുള്ളത് എന്റെ കൈ കുത്തി. ഞാൻ ഈ അന്തസ്സായി നിഗളിക്കും. എന്നാ നീ നിഗളിച്ചോ. അത് വിൽപത്രമല്ല, ഇന്നത്തെ മലയാളി പത്രം. നോക്ക് 2 പേജിനെ നോക്ക്. അച്ഛന്റെ സ്വത്ത് പോയിച്ച മക്കൾ അച്ഛനെ വെട്ടിക്കീറി. ഞാനായിരുന്ന ഈ വാർത്ത എങ്ങനെയായാലും അച്ഛൻ മക്കളെ വെട്ടിക്കീറി. കൂട്ടത്തിൽ ഒരു ഉള്ള കാര്യസ്ഥനെ അപ്പച്ച, തെറ്റ് പറ്റിപ്പോയി. ഒരു ചാൻസ് കൂടി അപ്പച്ച. ഇനി ചാൻസ് തന്നാ നിന്റെ മരണമാ. പോടാ പോടാ പുറത്ത്. നിന്നെ കൂടെ ചേർത്താ പറഞ്ഞേ. പോടാ പുറത്ത്. ഞാൻ പോകില്ല. അപ്പച്ചൻ പാടായിട്ടില്ല കേട്ടാ. അവസരത്തെ പറഞ്ഞു കൊടുത്ത്. അതെ, അച്ഛൻ മരിച്ചിട്ടില്ല മക്കളെ. നല്ല സ്നേഹം എന്താ മക്കളെ, അവനെ വെച്ച് നോക്കുമ്പോ നിങ്ങളാണ് തെറ്റ്. ഞാൻ മരിച്ചിട്ടാ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പച്ച, ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്തല്ല. നീ മിണ്ടരുത്. നിന്റെ മാർഗങ്ങളെ ഞാൻ കണ്ടാ. ഇല്ല അപ്പച്ച, തമിഴ്നാട്ടിലൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതാ. നിങ്ങൾ ഞാൻ മരിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തു. മറ്റവൻ ഞാൻ മരിക്കും മുമ്പേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ പത്രം വാങ്ങിയിട്ട് ഒന്നും കൂടെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പച്ച, ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചാലും മുകളിൽ എടുത്തിട്ടുണ്ട്, ഓർക്കില്ല. എന്നാലും നീ എന്റെ ഫോട്ടോ എടുത്ത് എന്തോ ബുക്കിലാണ് ഇട്ടത്. കുഞ്ഞുമോളെ, അതും കൂടാതെ കല്യാണത്തിന് ഡേറ്റ് കൂടെ ഫിക്സ് ചെയ്തു. അയ്യോ ഇല്ല അപ്പച്ച. അപ്പച്ച പറയുന്നതല്ലേ മേലോട് കേൾക്കൂ. ഇനി നീ മിണ്ടരുത്. താങ്ങാൻ കഴിയാത്തതുകൊണ്ടാ. എന്നാലും അപ്പച്ചന് ഇത്രയ്ക്കൊക്കെ വേണ്ടായിരുന്നു. ഞങ്ങൾ എന്തോരം വിഷമിച്ചെന്നറിയാമോ? അതെ അതെ, ഭർത്താവ് മരിച്ചെന്നറിഞ്ഞ് പാസ്പോർട്ട് എടുക്കാൻ പോയി എന്റെ ഭാര്യ പാസ്പോർട്ട് എടുത്താൽ പോയോ? അപ്പച്ച, അത് പിന്നെ അമ്മച്ചി. അപ്പച്ച, ഞങ്ങൾക്കൊരു തെറ്റുകൂടെ പറ്റി. എന്താണ്? എന്താ മക്കളെ? അത് പിന്നെ അപ്പച്ച, അമ്മച്ചി. ഇത് അപ്പച്ച, അമ്മച്ചിയെ ഞങ്ങൾ അനാഥത്തിലാക്കി. ഇതിലും വേണം നിങ്ങൾക്ക് അവളെ അങ്ങ് കൊന്നു കളയുന്നല്ലായിരുന്നോ? പിന്നെ മക്കളെ, ഒരു കാര്യം അറിയാമോ നിങ്ങൾക്ക്? ഒറിജിനൽ വിൽപത്രം അത് ഞങ്ങൾക്ക് ഈ സ്വത്ത് വേണ്ട അപ്പച്ച. ഞാനൊന്ന് പറയട്ടെ. വേണ്ട അപ്പച്ച, ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് ഈ അപ്പച്ചന്റെ ഒരു സ്വത്തും വേണ്ട. ഞങ്ങൾക്ക് അപ്പച്ച സ്നേഹം മാത്രം മതി. എടാ മക്കളെ,
വിൽപത്രം ഏലിയാമ്മയുടെ കയ്യിലാണ്. അവളിനി അത് അനാഥാലയത്തിന് എഴുതി കൊടുക്കുമോ ആവോ? ഇവരെന്നെ കൊണ്ട് അനാഥത്തിലാക്കിയെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്ന അച്ഛായ. എന്തായാലും നമ്മുടെ പ്ലാൻ സക്സസ് ആയി. ഇവരെ മനസ്സിലാക്കാൻ ഇത്രയും ചെയ്യേണ്ടി വന്നു അല്ലേ? ഇപ്പോ അമ്മച്ചിയും കൂടെ അറിഞ്ഞുള്ള നാടകമായിരുന്നല്ലേ? അതാണല്ലേ അച്ചായൻ ഏട്ടത്തിക്ക് 2 പത്മശ്രീ കൊടുക്കുമെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ ഒരു സ്വത്ത് വേണ്ട, അപ്പച്ചന്റെ അമ്മച്ചിന്റെ സ്നേഹം മാത്രം മതി. അതെ, ഞങ്ങൾക്ക് അപ്പച്ചനും അമ്മച്ചിനും മാത്രം. അല്ലേലും ഇനി തരുന്നില്ല മക്കളെ. മരിക്കും മുമ്പ് ഇങ്ങനെയാണ്, മരിച്ചു കഴിഞ്ഞ എന്താവും അവസ്ഥ? അതുകൊണ്ട് ഞങ്ങളെ ഇനി പൂളാക്കേണ്ട. നോ പൂളാക്കിങ്, നോ പൂളാക്കിങ്, നോ പൂളാക്കിങ്, നോ പൂളാക്കിങ്. എന്നിട്ട് സ്വത്ത് വിട്ട കാശ് കൊണ്ട് നമുക്കൊരു വേൾഡ് ടൂർ നടത്താം.